Hi, welcome to Lash Class. BA English Classics of World Literature ലെറ്റ് ഗോ ഓഫ് യുവർ വറീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് സൂഫി പോയിട്ടായിട്ടുള്ള റൂമി എഴുതിയ ഒരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ലെറ്റ് ഗോ ഓഫ് യുവർ വറീസ്. നിങ്ങളുടെ ആശങ്കകളെയൊക്കെ നിങ്ങൾ ഒഴിവാക്കൂ. ആൻഡ് ബി കംപ്ലീറ്റ്ലി ക്ലിയർ ഹാർട്ടഡ്. എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വയ്ക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈക്ക് ദ ഫേസ് ഓഫ് എ മിറർ ദാറ്റ് കണ്ടെയ്ൻസ് നോ ഇമേജസ്. ഒരു കണ്ണാടിയുടെ മുഖം പോലെ, അതിനകത്ത് ഒരു ചിത്രങ്ങളുമില്ല, അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വയ്ക്കൂ എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇഫ് യു വാണ്ട് എ ക്ലിയർ മിറർ, ബിഹോൾഡ് യുവർ സെൽഫ് ആൻഡ് സീ ദ ഷെയിംലെസ് ട്രൂത്ത്. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ക്ലിയർ മിറർ വേണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായിട്ടൊരു ഹൃദയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കൂ. ആൻഡ് സീ ദ ഷെയിംലെസ് ട്രൂത്ത്. എന്നിട്ട് ആ ഷെയിംലെസ് ട്രൂത്ത്, നമ്മളെ കുറിച്ചിട്ടുള്ള ആ സത്യം നിങ്ങൾ കാണൂ. വിച്ച് ദ മിറർ റിഫ്ലെക്ട്സ്. ആ കണ്ണാടി നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെക്കുന്നില്ല. അതിൻ്റെ മുമ്പിലുള്ളത് എന്താണോ അത് നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ നിങ്ങളുടെ ഹൃദയവും നിങ്ങൾ എന്താണോ അത് തന്നെ കാണിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തണം എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇഫ് മെറ്റൽ ക്യാൻ ബി പോളിഷ്ഡ് ടു എ മിറർ ലൈക്ക് ഫിനിഷ്. ഇത്ര ഉറച്ച ഒരു ലോഹത്തെ പോലും നമുക്ക് ഈ മിറർ പോലെ പോളിഷ് ചെയ്തെടുക്കാൻ സാധിക്കുമെങ്കിൽ, വാട്ട് പോളിഷിംഗ് മൈറ്റ് ദ മിറർ ഓഫ് ദ ഹാർട്ട് റിക്വയർ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നതിന് നമുക്ക് എന്ത് പോളിഷിംഗ് ആണ് വേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ ഹാർട്ട് ഇസ് എ സിംഗിൾ ഡിഫറൻസ്. ഒരു കണ്ണാടിയും നമ്മുടെ ഹൃദയവും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ദ ഹാർട്ട് കൺസീൽസ് സീക്രറ്റ്സ് വൈൽ ദ മിറർ ഡസ് നോട്ട്. ഹൃദയം രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നു, പക്ഷേ കണ്ണാടി രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നില്ല. ഇതാണ് ഒരു ഹൃദയവും കണ്ണാടിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പോയിറ്റ് പറയുന്നത്. അപ്പോൾ പൊതുവിൽ ഈ പോയിറ്റ് പറഞ്ഞു വെക്കുന്നത്, മനുഷ്യരെല്ലാം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും അതുപോലെ തന്നെ എന്താണോ അവർ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളത് പ്രകടിപ്പിക്കാതിരിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുമെന്നാണ് പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പോയിറ്റ് സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ യഥാർത്ഥത്തിലുള്ളത്, നമ്മുടെ സെൽഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എന്താണോ യഥാർത്ഥത്തിലുള്ളത് അത് തന്നെ പ്രകടിപ്പിക്കുക. ഒരുപാട് നാട്യങ്ങളും ഭാവങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ ഹൃദയത്തെ തന്നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് പോയിറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഫിലോസഫിക്കൽ ഐഡിയാസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിനകത്ത് എന്ത് ഫിലോസഫിക്കൽ ഐഡിയാസ് ആണ് പറയുന്നത്? ദ പോയം എക്സ്പ്രസ്സസ് ഐഡിയാസ് അബൌട്ട് ലെറ്റിംഗ് ഗോ ഓഫ് വറീസ്. നമ്മുടെ ആശങ്കകളെ ഒഴിവാക്കുന്നതിനെ കുറിച്ചിട്ടും, സീക്കിംഗ് ഇന്നർ ക്ലാരിറ്റി ത്രൂ സെൽഫ് റിഫ്ലക്ഷൻ. നമ്മുടെ ഇന്നർ ക്ലാരിറ്റി, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നതിനെ കുറിച്ചിട്ടുമാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് അക്നോളജിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാർട്ട്സ് ഹിഡൻ സീക്രറ്റ്സ് ആൻഡ് ദ മിറേഴ്സ് റിഫ്ലക്റ്റീവ് നേച്ചർ. ഒരു മിററിന്റെ മെറ്റഫറിലൂടെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. മിറർ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാത്തതുപോലെ നമ്മുടെ ഹൃദയവും രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാതെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നൊരു ഫിലോസഫിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. വാട്ട് ഡസ് ദ മിറർ സിംബലൈസ്. ഇനി മിറർ ഇവിടെ എന്തിന്റെ സിംബലാണ്? ദ മിറർ സിംബലൈസസ് ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത്. വ്യക്തതയുടെയും സത്യത്തിന്റെയും സിംബലാണ് മിറർ എന്ന് പറയുന്നത്. റെപ്രസെന്റിങ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്ലിയർ ഹാർട്ടഡ് ആൻഡ് ഫ്രീ ഫ്രം വറീസ്. അതായത് ഇതുപോലെ ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെയും ആശങ്കകളില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെയും സിംബലായിട്ടാണ് അദ്ദേഹം ഇവിടെ മിററിനെ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ ഷെയിംലെസ് ട്രൂത്ത് പ്രപ്പോസ്ഡ് ബൈ റൂമി. ഇനി എന്താണ് ഇദ്ദേഹം ഷെയിംലെസ് ട്രൂത്ത് എന്ന് പറയുന്നത്? ദ ഷെയിംലെസ് ട്രൂത്ത് പ്രപ്പോസ്ഡ് ബൈ റൂമി ഈസ് ദ അൺഎംബിലിഷ്ഡ് റിയാലിറ്റി ഓഫ് വൺ സെൽഫ്, സജസ്റ്റിംഗ് ഫേസിംഗ് വൺസ് ട്രൂ നേച്ചർ വിത്തൗട്ട് പ്രിറ്റൻസ് ഓർ ഡിസെപ്ഷൻ. അതായത് ഒരാളുടെ യഥാർത്ഥത്തിലുള്ള സെൽഫ് എന്നാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലരും അത് പ്രകടിപ്പിക്കാതെ ഒരുപാട് നാട്യങ്ങളും ഭാവങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റൊരു രൂപമാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. അതിനെയാണ് അദ്ദേഹം ഷെയിംലെസ് ട്രൂത്ത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ദ മിറർ.
ഇനി ഒരു ഹൃദയവും അതുപോലെ തന്നെ മിററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? The difference between the heart and the mirror is that the heart conceals secrets while the mirror reflects everything. ഹൃദയം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു, പക്ഷേ മിറർ ആണെങ്കിൽ അതെല്ലാം പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. This implies that while the mirror is transparent, the heart is complex and holds hidden depths. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിറർ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ഹാർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല. അത് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് സെൽഫ് അവെയർനെസ് ഹെൽപ്പ് us ഓവർകം വറീസ്? ഇനി എങ്ങനെയാണ് നമ്മുടെ ആത്മബോധം നമ്മളെ ആശങ്കകളെ ഒഴിവാക്കാൻ സഹായിക്കുന്നത്? സെൽഫ് അവെയർനെസ് അലൗസ് us ടു ഒബ്സർവ് അവർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് വിത്തൗട്ട് ജഡ്ജ്മെന്റ്. നമ്മുടെ തോട്ട്സും ഇമോഷൻസും എല്ലാം ജഡ്ജ്മെന്റ് ഇല്ലാതെ നിരീക്ഷിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇറ്റ് പ്രൊവൈഡ്സ് ക്ലാരിറ്റി ഓൺ ദ കോസസ് ഓഫ് അവർ വറീസ്, ഹെൽപ്പിംഗ് us അഡ്രസ് ദം എഫക്റ്റീവ്ലി. നമ്മുടെ ആശങ്കകളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്കതിലൂടെ സാധിക്കും. അങ്ങനെ നമുക്കതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത കാര്യം. സെൽഫ് അവെയർനെസ് എനേബിൾ us ടു സീ അവർ വറീസ് ഫ്രം എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, ഓഫ്റ്റൻ റെഡ്യൂസിങ് ദെയർ ഇമ്പാക്റ്റ്. ഇനി സെൽഫ് അവെയർനെസ്സിലൂടെ നമുക്ക് നമ്മുടെ ആശങ്കകളെ മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ എന്താണോ എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാര്യങ്ങളെ മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കിക്കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. It empowers us to make conscious choices to let go of worries and focus on positive aspect of life. അങ്ങനെ ആ ഒരു വീക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ആശങ്കകളെ ഒഴിവാക്കാനും, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മറ്റൊരാളായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ ആണ് ഒരുപാട് ആശങ്കകൾ നമുക്ക് ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഏറെ ആശങ്കകൾ ഇല്ലാതെയാവും. എന്നിട്ട് ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹൗ ഡസ് ദ മിറർ ഗിവ് എ റിയാലിറ്റി ചെക്ക് ടു us? ഇനി എങ്ങനെയാണ് ഒരു മിറർ നമുക്ക് റിയാലിറ്റി ചെക്ക് നൽകുന്നത്? ദ മിറർ ഇൻ റൂമീസ് പോയം സെർവ്സ് ആസ് എ മെറ്റഫർ ഫോർ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സീക്കിംഗ് ഇന്നർ ട്രൂത്ത്. ഇനി ഇവിടെ ഈ മിറർ എന്ന് പറയുന്നത് ഒരു മെറ്റഫർ ആണ്. നമ്മുടെ ഇന്നർ ട്രൂത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ സെൽഫ് റിഫ്ലക്ഷനെയാണ് അത് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് നോട്ട് ജസ്റ്റ് അവർ ഫിസിക്കൽ അപ്പിയറൻസ് ബട്ട് ഓൾസോ അവർ ഇന്നർ ഇമോഷൻസ് ആൻഡ് തോട്ട്സ്, പ്രൊവൈഡിങ് എ ക്ലിയർ റിഫ്ലക്ഷൻ ഓഫ് അവർ ഇന്നർ സ്റ്റേറ്റ്. ഇനി നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല നമുക്ക് ആ ഒരു മിററിന് മുമ്പിൽ കാണാൻ വേണ്ടി കഴിയുന്നത്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ എക്സ്പ്രഷൻസ്, നമ്മുടെ തോട്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. റൂമി സജസ്റ്റ് ദാറ്റ് ദ മിറർ ഓഫ് ദ ഹാർട്ട് റിക്വയർസ് പോളിഷിംഗ്, ഇൻഡിക്കേറ്റിംഗ് ദി ഓൺഗോയിങ് പ്രോസസ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ് നീഡഡ് ഫോർ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വൺ സെൽഫ്. ഇനി പോയിട്ട് പറയുന്നത് നമ്മുടെ ഹാർട്ടിലെ മിററിന് ഒരു പോളിഷിംഗ് ആവശ്യമാണ്. നമ്മളൊരു മിറർ കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും മിറർ ഒരു കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ എല്ലാം അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യം നമ്മുടെ ഹാർട്ടിന്റെ മിററിലേക്ക് കൂടി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഒരു മിറർ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നൽകുന്നത്. ഇനി ഇതിലെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് റൂമി ഹെൽപ്പ് us മേക്ക് ആൻ ഇൻവേർഡ് ജേർണി ഇൻ ദിസ് പോയം? എങ്ങനെയാണ് ഈ പോയത്തിലൂടെ നമുക്കൊരു ഇൻവേർഡ് ജേർണി സാധ്യമാകുന്നത്? Rumi's call to let go of worries encourages introspection and self-examination, leading to a deeper understanding of oneself. ഇദ്ദേഹം നമ്മുടെ ആശങ്കകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഒരു സെൽഫ് എക്സാമിനേഷനും അതുപോലെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിനും അത് വഴിയൊരുക്കുന്നു. By using the metaphor of polishing the mirror of the heart, Rumi suggests the need for continual self-improvement and spiritual growth. ഇനി നമ്മുടെ ഹൃദയത്തിന്റെ മിററിനെ പോളിഷ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റും സ്പിരിച്വൽ ഗ്രോത്തും കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. Rumi's focus on beholding oneself in the mirror prompts readers to reflect on their actions, thoughts, and beliefs, facilitating an inward journey of self-discovery. ഇനി അദ്ദേഹം നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് നമ്മളെ നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതിലൂടെ നമ്മുടെ ഇന്നർ തോട്ട്സ്, നമ്മുടെ ആക്ഷൻസ്, ബിലീവ്സ് ഒക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു മെറ്റഫർ ആയിട്ടാണ് അവിടെ മിറർ വരുന്നത്. അങ്ങനെ ഒരു ഇൻവേർഡ് ജേർണി അവിടെ സാധ്യമാക്കുന്നു. The imagery of the mirror also suggests the idea of reflecting on one's inner truth and emotions,
ഗൈഡിങ് റീഡേഴ്സ് ഓൺ ആൻ ഇൻട്രോസ്പെക്റ്റീവ് ജേണി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിററിന്റെ ഇമേജറി ഒരു മെറ്റഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കാനാണ് അദ്ദേഹം പറയുന്നത്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഈ പോയം നമ്മളെ ഒരു ഇൻവേർഡ് ജേണിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമാനിറ്റി ഓട്ട് ടു സീക്ക് വൺനെസ് വിത്ത് ഗോഡ്, എലൂസിഡേറ്റ്. മനുഷ്യർ ദൈവവുമായിട്ടൊരു ഏകത സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. ഈ പോയത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റൂമീസ് പോയം സജസ്റ്റ് ദാറ്റ് സീക്കിംഗ് വൺനെസ് വിത്ത് ഗോഡ് ഇൻവോൾവ്സ് ലെറ്റിംഗ് ഗോ ഓഫ് വേർഡ്ലി വറീസ് ആൻഡ് കൺസേൺസ് വിച്ച് ക്യാൻ ബി സീൻ ആസ് ഡിസ്ട്രാക്ഷൻസ് ഫ്രം സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമ്മുടെ ആശങ്കകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പറയുന്നുണ്ട്. അതായത് ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളൊക്കെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് തടസ്സമാണ്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. The metaphor of polishing the mirror of the heart implies a process of purification and a self-reflection to achieve spiritual clarity and closeness to God. മറ്റൊന്ന്, നമ്മുടെ ഹാർട്ടിന്റെ മിറർ പോളിഷ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു മെറ്റഫറിലൂടെ നമ്മുടെ ഒരു പ്യൂരിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും ഈ വൺനെസ് വിത്ത് ഗോഡ് എന്നുള്ള കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Rumi's emphasis on the heart concealing secrets highlights the importance of sincerity and honesty in one's spiritual journey towards oneness with God. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴും ഈ സീക്രട്സ് ഒക്കെ കൺസീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വൺനെസ് വിത്ത് ഗോഡിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരം സീക്രട്സ് എല്ലാം ഒഴിവാക്കിയിട്ട് സിൻസിയറിറ്റിയും അതുപോലെ തന്നെ ഓണസ്റ്റിയും വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓവറോൾ, the poem implies that seeking oneness with God requires inner transformation, self-awareness and a deepening connection to the divine. അപ്പോൾ പൊതുവിൽ ഈ പോയത്തിനകത്ത് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വേണം, നമ്മുടെ സിൻസിയറിറ്റി, ഓണസ്റ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണം, നമ്മുടെ ഹാർട്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. അങ്ങനെ ഒരു സെൽഫ് അവയർനെസ്സിലൂടെയാണ് ഇത് സാധ്യമാവുക എന്നുള്ള കാര്യമാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.